നമ്മുടെ നാട്ടിലെ കെട്ടിടങ്ങളിലൊക്കെ ഈ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഓവർലോഡിങ് വന്നിട്ട് ഫയർ ആക്സിഡൻറ്റുകളൊക്കെ വരുന്ന ന്യൂസ് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ എന്താണ് ഈ ഓവർലോഡിങ്? നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റം എപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ലോഡ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഡിസൈൻ ചെയ്യുന്ന ലോഡിനേക്കാൾ കൂടുതൽ കപ്പാസിറ്റിയുള്ള ലോഡ് നമ്മൾ എപ്പോൾ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നു, അപ്പോൾ അവിടെ ഓവർലോഡിങ് വരും. അപ്പോൾ അവിടെ ഈ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ട്രിപ്പായിട്ട് നമുക്ക് സുരക്ഷ ഉറപ്പാക്കും. പക്ഷേ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഫയർ ആക്സിഡൻറ്റിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നാളുകൾക്ക് മുന്നേ തമിഴ്നാട്ടിലുണ്ടായ ഒരു ഇൻസിഡൻ്റാണ്. ഒരാൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മേടിച്ചു, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അയാളുടെ കിടപ്പുമുറിയിൽ ഒരു 6 ആംപിയർ സോക്കറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, അതിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനിട്ടു. അപ്പോൾ ആ സിസ്റ്റം അതിന് കേപ്പബിൾ ആയിരുന്നില്ല. രാത്രി അത് വയർ ചൂടായിട്ട് തീപിടുത്തം ഉണ്ടായി, 2 പേരുടെ മരണത്തിനിടയായി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ പുതിയ ലോഡ് ആഡ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇങ്ങനെ ഇലക്ട്രിക്കൽ സ്കൂട്ടർ പോലത്തെ അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ ലോഡുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് മുൻകരുതലെടുക്കണം. നമ്മുടെ സർക്യൂട്ട് ഓവർലോഡഡ് ആകുന്നില്ല എന്ന് എൻഷുർ ചെയ്യണം.